ഡൽഹിയിൽ വീണ്ടും വലിയൊരു പ്രതിഷേധത്തിന്റെ നീക്കങ്ങൾ കാണുന്നു. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ എംപിമാരുടെ യോഗം, നേതാക്കളുടെ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം നേതാക്കൾ പുറത്തേക്കാണ് എത്തുന്നത്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെല്ലാം ഒന്നിച്ചുണ്ട്. എങ്ങോട്ടേക്കാണ് അവരുടെ പ്രതിഷേധ നീക്കം എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. വിവരങ്ങളുമായി ബി ബാലഗോപാൽ. ബാലു, എന്താണിപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഗാന്ധി സ്മൃതിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എംപിമാർ ഈ മാർച്ച് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ജബി മേത്തർ നമ്മളോട് ഇപ്പോൾ ചേരുകയാണ്. ജബി, എങ്ങോട്ടേക്കാണ് ഈ മാർച്ച്? നിരന്തരമായ പോരാട്ടങ്ങളാണ്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ പിന്നോട്ടില്ല എന്ന പ്രഖ്യാപിത നിലപാട് തന്നെയാണ് ഇപ്പോ ഞങ്ങള് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽജിയുടെ ഒക്കെ നേതൃത്വത്തിൽ അവരെ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോവുകയാണ്. 30 ജനുവരി മാർഗിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ജോസ് കെ മാണി ചേരുകയാണ്. ജോസ് കെ മാണി, എന്താണ് ഈ പ്രതിഷേധം? പാർലമെന്റിനകത്ത് ഒരു രീതിയിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അറിയിക്കുവാനോ സംസാരിക്കുവാനോ നമ്മൾ ആവശ്യപ്പെട്ട ഇടപെടൽ നടത്താനോ അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പാർലമെന്റേറിയൻ ഇപ്പോൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങുകയാണ്, തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ജോസ് കെ മാണി പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷ എംപിമാർ തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പി സുനീർ നമ്മളോടൊപ്പം ചേരുകയാണ്. രാജ്യസഭാംഗം സുനീർ, എങ്ങോട്ടേക്കാണ്? എന്താണ് ഈ പ്രതിഷേധം? രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള നിലയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടി ഇന്നു മുതൽ ശക്തമായ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. പ്രത്യക്ഷ സമരത്തിന്റെ ആദ്യ ഘട്ടം എങ്ങനെയാണ്? അതുകൊണ്ട് ഇന്നിപ്പോ മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലത്ത് അവിടെ പോയൊരു സ്മൃതി യാത്ര സംഘടിപ്പിക്കുകയാണ് ആദ്യം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം നടന്ന സ്ഥലത്ത് അവിടേക്കാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ എംപിമാരുടെ മാർച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ ഇപ്പോൾ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ തികച്ചും നാടകീയമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ വി ശിവദാസൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ശിവദാസൻ, എന്താണ് ഈ മാർച്ച്? 30 ജനുവരി മാർഗിലേക്ക് മഹാനായ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജിയുടെ 30 ജനുവരി മാർഗിലേക്ക്, ഓർമ്മയുള്ള 30 ജനുവരി മാർഗിലേക്കാണ് മാർച്ച് ചെയ്യുന്നത്. രാജ്യത്തെ വിദ്യാർത്ഥികളെ, സമരം ചെയ്യുന്നവരെ മുഴുവൻ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ശ്രമത്തിനെതിരായിട്ടുള്ള കൂട്ടായിട്ടുള്ള പ്രതിഷേധമായിട്ട് ഇത് മാറും. ശ്രീജ നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീസസാരി മാർച്ചിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. വാഹനങ്ങൾ എല്ലാം ബ്ലോക്ക് ചെയ്യുന്നു, പരക്കം പായുകയാണ് പോലീസ് വാഹനങ്ങൾ. ഇതുവരെ ഇല്ലാത്ത യുദ്ധസമാനമായ നിർദ്ദേശം, കടകൾ 6 മണിക്ക് അടയ്ക്കണമെന്ന് പ്രധാനപ്പെട്ട എല്ലായിടത്തും ഗവൺമെന്റ് ഭരണകൂടം അറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതാ 30 ഗാന്ധി മാർഗിലേക്ക് ഞങ്ങൾ പോവുകയാണ്. 30 ജനുവരി മാർഗിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ആ മാർഗിലേക്ക് ഞങ്ങൾ ഒരു വലിയ മാർച്ച് നടത്തുകയാണ്. ഈ ഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിലേക്കാണ് ഈ മാർച്ച് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ നടത്താൻ വേണ്ടി പോകുന്നത്. ഹാരിസ് ബീരാൻ, രാജ്യസഭാംഗം ഹാരിസ് ബീരാനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഹാരിസ്, എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്? അല്ലത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നു. അതേപോലെ തന്നെ 6 മണിക്ക് തന്നെ കടകളെല്ലാം അടച്ചു പോകണമെന്നുള്ള ഉത്തരവ് പറയുന്നു. ഞങ്ങളിവിടെ സമാധാനപരമായിട്ട് ഗാന്ധി സ്മൃതിയിലേക്കുള്ള നമ്മളുടെ യാത്ര പോലും എല്ലാ തരത്തിലും തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നു. ബസ്സുകൾ അവിടെ ഇട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ ബസ്സിന് പോകാൻ പറ്റാത്ത രീതി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വിദ്യാർത്ഥികൾ, സമരം ചെയ്ത വിദ്യാർത്ഥികളും ഐക്യദാർഢ്യമായിട്ട് സമാധാനപരമായിട്ട് ഗാന്ധി സ്മൃതിയിലേക്ക് പോകാനുള്ള ഒരു യാത്രയായിരുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ രാഹുൽ ഗാന്ധി എന്താണ് പ്രസംഗിച്ചത്? അദ്ദേഹം ഈ സമരത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പ്രസംഗിച്ചൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ പോലെ അവിടെ ക്രൂരമായിട്ട് മർദ്ദനം ആയിട്ട് അവിടെ കിടക്കുകയാണ്. അവരെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ആവശ്യമാണ് നമുക്കുള്ളത്. ആ ആവശ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഐക്യദാർഢ്യവുമായിട്ട് ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാരിസ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഐക്യദാർഢ്യം ചെയ്തുകൊണ്ടുള്ള ഒരു യാത്ര, ഒരു പ്രകടനമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ ചേരുകയാണ്. ഇന്ന് പാർലമെന്റിൽ അതിശക്തമായ രീതിയിലായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടത്. എന്താണ് ഞങ്ങൾ ഗാന്ധി സ്മൃതിയിലേക്ക് പോവുകയാണ്.
ഡൽഹിയില് കിരാത നിയമം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ആരെ വേണമെങ്കിലും എപ്പോഴും അറസ്റ്റ് ചെയ്യാം. കടക്കമ്പോളങ്ങള് അടച്ചിട്ടിരിക്കുന്നു. ഇന്റർനെറ്റ് അടച്ചുപൂട്ടിയിരിക്കുന്നു. പാവപ്പെട്ട നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള സായുധങ്ങളായിട്ട് പോലീസ് വാഹനങ്ങൾ പോവുകയാണ്. ഞങ്ങളത് അനുവദിക്കില്ല. ഞങ്ങള് അതിശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കും. പ്രതിപക്ഷ എംപിമാർ മുഴുവൻ നിരത്തിലാണ്, റോഡിലാണ്. അതായത് ഈ പോരാട്ടം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇത് CJPയുടെ സമരത്തിന് പിന്തുണയാണോ അതോ അതിനെ മറികടക്കുന്നു? തീർച്ചയായിട്ടും എംപിമാരോട് അടിയന്തരമായി ഈ വാഹനത്തിൽ കയറുവാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ വാഹനത്തിൽ ഇപ്പോൾ ഗാന്ധി സ്മൃതിയിലേക്ക് എംപിമാരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്, എംപിമാർ പോകാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ വാഹനം പുറത്തേക്ക് പോകാൻ പോലീസ് അനുവദിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാഹനം ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എംപിമാരെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഈ ജനുവരി മാർഗിലേക്ക്, ഗാന്ധി സ്മൃതി മണ്ഡപത്തിലേക്കുള്ള ഈ മാർച്ചിലേക്കുള്ള ഈ വാഹനം ഇപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ആ വാഹനം നമുക്ക് കാണാം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വാഹനം മുന്നോട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എംപിമാർ മുന്നോട്ടേക്ക് അവരുടെ ഈ പ്രത്യക്ഷ സമരത്തിന്റെ ആദ്യ ഘട്ടമെന്നാണ് കോൺഗ്രസ് എംപിമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ വാഹനം തടയുന്നതിന് ഇവിടെ പോലീസ് വലിയ ബാരിക്കേഡാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. വാഹനം തടയുന്നതിന്, എംപിമാരുടെ വാഹനം തടയുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ വാഹനം മുന്നോട്ട് പോകാൻ വേണ്ടി അനുവദിക്കില്ല. അമിത്ഷായുടെ വസതിയിലെ ആണ് ഈ റോഡിന്റെ ഏറ്റവും അവസാനമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പോലീസ് തടഞ്ഞാലും മുന്നോട്ട് പോകുമെന്ന നിലപാടിലാണ് ഇപ്പോൾ എംപിമാർ ഉൾപ്പെടെ ഉള്ളവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അല്പം സംഘർഷാവസ്ഥ ഈ പ്രദേശത്ത് ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഏതായാലും അതിശക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീജ. ശരി, ഗാന്ധി സ്മൃതിയിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ ഒന്നടങ്കം പോകുന്നത്. ബാലു, കോൺഗ്രസ് ആണ് ആദ്യഘട്ടത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അതിനാടകീയമായ മുഹൂർത്തങ്ങൾ അടക്കം സൃഷ്ടിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നിരയെ ഒന്നാകെ പാർലമെന്റിനകത്ത് നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. ഈ പ്രതിഷേധം സർക്കാരിന് മുന്നിലേക്ക്, നമ്മൾ ആദ്യ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, സർക്കാരിനെതിരെ ഒന്നിച്ചു നിൽക്കുന്നു എന്ന ഒരു തോന്നൽ ആദ്യഘട്ടം ഉണ്ടാക്കി. ഇപ്പോൾ ഇതാ പ്രതിപക്ഷത്തെ മുഴുവൻ അണിനിരത്താൻ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും, കാരണം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു ഭാഗത്ത് കോൺഗ്രസ് എംപിമാർ 30 ജനുവരി ഗാന്ധി സ്മൃതിയിലേക്ക്, അതിന്റെ നേരെ എതിർവശത്ത് രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് തൊട്ടു മുന്നിൽ ബാരിക്കേഡുകൾ നികത്തി പോലീസ് ഈ യാത്ര, അതായത് ഈ എംപിമാരുടെ മുന്നോട്ടുള്ള യാത്ര തടയുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ ഈ വസതിക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന അമിത്ഷായുടെ വസതിയിലാണ്. അമിത്ഷായുടെ വസതി കടന്നു വേണം ഈ വാഹനത്തിനെങ്കിൽ കടന്നു പോകേണ്ടത്. അതുകൊണ്ടാണ് പോലീസ് ഒരു കാരണവശാലും ഈ വാഹനം മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്, ബസിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. ശ്രീജ, വലിയ തിരക്കാണ് ഈ പ്രദേശത്ത് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വലിയ പോലീസ് സന്നാഹവുമുണ്ട്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ലായിരുന്നു. പക്ഷേ കടത്തിവിടാത്ത പ്രദേശത്താണ് ഇപ്പോൾ വീണ്ടും ഇവിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടി പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ വാഹനങ്ങൾ തടയാൻ വേണ്ടി പോകുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആ ബാരിക്കേഡിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാം. പോലീസും എംപിമാരും, ഇന്ത്യൻ പാർലമെന്റിലെ എംപിമാരും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ ടൂറിസ്റ്റ് ബസ്സിന് പിന്നിൽ 3 ബസ്സുകളിലായി ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ എംപിമാർ, ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെല്ലാം തന്നെ ഈ ബസ്സിൽ നമുക്ക് സൂം ചെയ്താൽ കാണാം. രാഹുൽ ഗാന്ധിയാണ് ഒന്നാം നിരയിൽ, 1ാം സീറ്റിലിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അതുപോലെ തന്നെ കൊടുത്തു ഹാരിസ് പീരാനും ഉൾപ്പെടെയുള്ള പ്രധാന തന്നെ ആ
ഗാന്ധി തന്റെ സീറ്റിൽ നിന്ന് എണീക്കുന്ന സീറ്റിൽ അദ്ദേഹം ഈ എംപിമാരുമായി സംസാരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇരിക്കുന്ന വാഹനം ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ വാഹനം മുന്നോട്ട് പോകാൻ വേണ്ടി അനുവദിക്കില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗാന്ധി സ്മൃതിയിൽ തങ്ങൾക്ക് പുഷ്പാർച്ചന നടത്തണം, അതിനുള്ള അനുമതി നൽകണം. ഇതാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ KC വേണുഗോപാലുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഏത് ശക്തി തടഞ്ഞാലും തങ്ങൾ ഈ പ്രതിപക്ഷത്തിന്റെ ഈ മുന്നോട്ടുള്ള വയ്പ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണം അത് തടയാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി കേന്ദ്രീകരിച്ചായിരുന്നു സമരമെങ്കിൽ ഗാന്ധി വെടിയേറ്റ് ഇപ്പോൾ ഈ മാർച്ച് വേണ്ടി പോകുന്നത്